നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യയായ എലിസബത്ത് രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോര തുപ്പിക്കിടന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്നുമാണ് അമൃത പറഞ്ഞിരുന്നത്. ഇതേ അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും തുറന്നു പറയേണ്ടി വന്നത്. പല സ്ത്രീകളെയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരികയും ഇത് ചോദ്യം ചെയ്താൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നുമൊക്കെ എലിസബത്ത് തുറന്നു പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ബാലയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 വിവാഹം കഴിക്കുകയും മുൻ ഭാര്യമാരുമായി നിരന്തരം വഴക്കുകൂടുകയും ചെയ്തതാണ് നടൻ ബാല വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ബാലയ്ക്ക് മറുപടികളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നു. യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഡോക്ടർ കൂടിയായ എലിസബത്ത് തുറന്നടിച്ചത്. ബാലയ്ക്കെതിരെ ഇതുവരെ ആരും ഉന്നയിക്കാത്ത നിരവധി ആരോപണങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തി. പിന്നാലെ നടന്റെ ഇപ്പോഴത്തെ ഭാര്യ ഗോകുല എലിസബത്ത് മറ്റൊരാളുടെ ഭാര്യയാണെന്നും അതൊരു ഡോക്ടറാണെന്നും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. ഇതോടെ താൻ നേരത്തെയും വിവാഹിതയായിരുന്നുവെന്നും അതൊരു ഡോക്ടറാണെന്നും വ്യക്തമാക്കുകയാണ് എലിസബത്ത്. ഈ വീഡിയോ ചെയ്യാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോയിൽ സംസാരിച്ചത്. കുറെ കാലമായി എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ചെയ്തു. മുൻപുള്ള വീഡിയോയിൽ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എലിസബത്ത് ചേച്ചി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പരിഹസിച്ചതാവാം. പണ്ട് അമൃതയെയും പാപ്പുവിനെയും ഗോപി സുന്ദറിനെ പറ്റിയും പിന്നെ ഒരു ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളുണ്ട്, അവരൊക്കെ എന്നെ പറ്റിച്ചു, നീ എന്ത് ഭാര്യയാണ്, മീഡിയയുടെ മുൻപിൽ വന്ന് അവരെന്നെ പറ്റിച്ചെന്ന് പറയൂ എന്നൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കും. ഗോകുലയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. എല്ലാ കള്ളത്തരത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയാണ് ഇപ്പോഴുള്ളത്. തോക്ക് വിഷയത്തിലും മറ്റുമൊക്കെ പല വീഡിയോ കണ്ടാലും അറിയാം. ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇരുന്നത്. ഇത് പക്ഷേ നല്ല ഇഷ്ടത്തോടെയാണ് ഗോകുല ഇരിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാകും. മാമ ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞതെന്ന് ഇടയ്ക്കിടെ പറഞ്ഞിട്ടും ഇത് പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നായിരുന്നു ഇങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ നേരിട്ട് തന്നെ വന്നു. പെണ്ണുങ്ങൾ തമ്മിൽ കലയിച്ചോട്ടെ എന്നായിരിക്കും പുള്ളി ഇതിലൂടെ ചിന്തിച്ചത്. മാത്രമല്ല സ്ത്രീകൾക്കെതിരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. സ്ത്രീകൾ തമ്മിലാണെങ്കിൽ അങ്ങനൊരു കുഴപ്പം വരില്ലെന്നും പുള്ളി ചിന്തിച്ചു. ബാല വീഡിയോ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഞങ്ങളായി വരികയാണെന്ന് പറഞ്ഞാണ് പലരും ഇതുപോലെ വീഡിയോയുമായി വന്നിരിക്കുന്നത്. എന്നിട്ട് ബാല തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പുറത്തുവിടുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അയാൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതാണെന്ന്. എന്റെ കല്യാണം 2019 മെയ് മാസത്തിൽ നടന്നതാണ്. 3 ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ്. അതിന് ഡിവോഴ്സ് കുറച്ച് വൈകിപ്പോയി. മാട്രിമോണിയിൽ നിന്നും കണ്ടെത്തിയ ഡോക്ടറെ തന്നെയാണ് കല്യാണം കഴിച്ചത്. സത്യത്തിൽ എന്നെ ഡിവോഴ്സിന് സഹായിച്ചത് ഈ പറയുന്ന നടനാണ്. അതിൽ സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം. ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പബ്ലിക്കായി പറയുന്നതായിരിക്കും. 4-5 വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാം പുള്ളി അറിഞ്ഞുകൊണ്ടാണ്. എന്റെ ഡിവോഴ്സിന് കൂടെ നിന്നതും ബാലയാണ്. എന്നിട്ടാണ് നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത്. ഇതിനു മുൻപ് എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. അതിലാണ് ട്രോളുകളും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ഡിവോഴ്സി എന്ന് തന്നെയാണ് പ്രൊഫൈൽ കൊടുത്തത്. ആ അക്കൗണ്ടിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നതും. ഇദ്ദേഹത്തെ പറ്റിച്ചിട്ടില്ല. ആ അക്കൗണ്ട് പുള്ളി ഡിലീറ്റ് ആക്കി. ഒപ്പം എൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയും അതിലുണ്ടായിരുന്ന സിം അദ്ദേഹത്തിനൊപ്പമുള്ള ആളുടെ കയ്യിലാണ്. പിന്നെ മുൻപത്തെ കല്യാണം കഴിഞ്ഞതിനെ പറ്റി ആരോടും പറയരുതെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ തനിക്ക് നാണക്കേടാണെന്നാണ് ബാല പറഞ്ഞത്. ഞാൻ 15 വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ഗോകുല പറഞ്ഞു. എന്തിനാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്? എനിക്കിപ്പോൾ 30 വയസ്സായി. 15 വർഷം പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് 15 വയസ്സേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മുതൽ ഞാൻ എന്ത് മരുന്നാണ് കഴിക്കുക? അതിന്റെ തെളിവ് കൂടി നിങ്ങൾ തരേണ്ടി വരും. അതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അടുത്താണ് ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. അതല്ലാതെ പനി വരുമ്പോഴൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടാകും. ഞാൻ ഗർഭിണിയാവില്ല, മാനസിക രോഗിയാണ് എന്ന് തുടങ്ങി ഒരു പെണ്ണിനെ പറ്റി പറയാവുന്ന എല്ലാ മോശം കാര്യങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെയൊക്കെ തെളിവുകളൊക്കെ ഞാൻ ഇവരോട് ചോദിക്കുകയാണ്. എന്റെ അറിവിൽ അങ്ങനെയില്ല. 8ാം ക്ലാസ് മുതൽ ഞാൻ ഷട്ടിൽ ബാറ്റ് കളിക്കും. അങ്ങനെ മത്സരിച്ചതിനൊപ്പം ക്ലാസ്സിലെ ടോപ്പ് 5 പേരിൽ ഒരാളായിരുന്നു. 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങിയാണ് വിജയിച്ചത്. എന്നാൽ 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ ചോർത്തി പരീക്ഷ എഴുതിയെന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ് ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തതെന്നും എന്നിട്ടാണ് പരീക്ഷ എഴുതിയതെന്നും അഭിമാനത്തോടെ പറയുന്നത്. കുറച്ചു നാളുകളായി എന്റെ വീഡിയോയുടെ താഴെ ഡോക്ടറുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ഗോകുല പറഞ്ഞ അതേ കാര്യം കമന്റായി വന്നിരുന്നു. ഡിവോഴ്സായ ഒരാളുടെ കൂടെ പോയി ജീവിക്കാനാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? അയാൾ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഞാൻ അയാളുടെ കൂടെ പോകുന്നത്? പിന്നെ ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടല്ല എന്റെ വിവാഹം നടന്നത്. വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് എൻഗേജ്മെന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 1800 പേരുടെ പരിപാടിയിലാണ് നടത്തിയത്. കല്യാണവും അതുപോലെ വലിയ പരിപാടിയായിട്ടാണ് നടത്തിയത്. അല്ലാതെ ഒളിച്ചോടിപ്പോയി കെട്ടിയതല്ല. അത് മ്യൂച്വലായി ഡിവോഴ്സായി ഡീറ്റെയിൽഡായി കാണിച്ചു തരാം. ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ആളുടെ മുന്നിൽ വെച്ച് എന്നെക്കൊണ്ട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സഹിക്കാൻ വയ്യാതെ 3 ദിവസം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ശ്രമിച്ചില്ല. ആ സമയത്തെ ചെന്നൈയിലുള്ള പോലീസും കേരളത്തിൽ നിന്നുള്ള പോലീസും ഒക്കെ വിളിച്ച് അവിടുന്ന് വേഗം രക്ഷപ്പെട്ടോളാനാണ് പറഞ്ഞത്. ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അവർ അതെന്തിനു ചെയ്തു എന്നല്ലേ പോലീസുകാർ ചോദിക്കേണ്ടത്? അതിനു പകരം നിങ്ങളുടെ മകളെയും കൊണ്ട്
ഇവിടുന്ന് വേഗം രക്ഷപ്പെടാനാണ് പോലീസുകാർ പറയുന്നത്. അതെന്തരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത്. ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിനൊപ്പം പോലീസുകാരും മറ്റ് സ്വാധീനമുള്ള ആളുകളും ഒക്കെ ഉണ്ട്. എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ പല കേസുകളിലും ഞാൻ കൂടി സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ആരും എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കാനോ കേസുമായി മുന്നോട്ട് പോകാനോ ശ്രമിക്കുന്നില്ലെന്നും എലിസബത്ത് പറയുന്നു. അതേസമയം വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല, നേരിട്ടും നടൻ ബാലയും താരത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഗോകുലയും തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയെന്ന് ആരോപിച്ച് എലിസബത്ത് രംഗത്തെത്തിയിരുന്നു. എന്റെ ജീവിതത്തിൽ മുമ്പുണ്ടായ സംഭവങ്ങൾ പുറത്തു പറയുമെന്നാണ് ഭീഷണിയെന്നും എന്നാൽ അതിൽ തനിക്ക് ഭയമില്ലെന്നും എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ബാലയ്ക്കൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് അഭിമുഖങ്ങളിൽ അയാൾക്കൊപ്പം വന്നിരുന്നത് പോലും ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണെന്നും സഹോദരനെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് വരെ അന്ന് ബാല തന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞു. 3 വർഷം മുമ്പായിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം. എന്നാൽ അത് നിയമപരമായി നടൻ എവിടെയും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. വിവാഹം നടന്നത് തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. അയാളും അയാളുടെ അമ്മയും ജാതകപ്രകാരം 41 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂവെന്ന് പറഞ്ഞു. മെന്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി അടക്കമുള്ള അസുഖങ്ങളാൽ എലിസബത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ നിന്നും ബാലയ്ക്കൊപ്പം കഴിഞ്ഞപ്പോഴുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എലിസബത്ത് വീഡിയോ പങ്കുവച്ചിരുന്നു. ബാലയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ എലിസബത്ത് ബാലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ്. ബാലയ്ക്ക് വേണ്ടി സംസാരിച്ച ഇത്തവണ ഗോകുല തന്നെയാണ് രംഗത്തെത്തിയിരുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വന്ന കമന്റിന് സമാനമാണ് കുറച്ചു മുമ്പ് വെയിൻ ആളുടെ അക്കൗണ്ടിൽ വന്ന പോസ്റ്റിലും കാണാൻ കഴിഞ്ഞതെന്നാണ് എലിസബത്ത് പറഞ്ഞത്. അന്ന് വന്ന മെസ്സേജുകൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഭീഷണികളായിരുന്നു കൂടുതൽ. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പലരെയും കൊണ്ട് കസ്തൂരി എന്ന പേരിലും മുമ്പ് ഭീഷണികൾ വരുമായിരുന്നു. ഇപ്പോൾ അത് മാറി ഡയറക്റ്റ് ഭീഷണികൾ തുടങ്ങി. നീ ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാണം കെടുത്തും എന്ന രീതിയിലാണ് ഭീഷണികൾ. കൂടെയുള്ളപ്പോഴും പിരിഞ്ഞപ്പോഴും ഇതേ തരത്തിൽ മുമ്പും ഭീഷണികൾ വന്നിരുന്നു. ഇതുപോലുള്ള ഭീഷണികൾ മാത്രമല്ല, എന്റെ ചേട്ടനെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. അടിച്ചതിന്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമോ എന്ന ഭയത്തിലായിരുന്നു അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ചേട്ടന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടില്ലെന്ന കോൺഫിഡന്റ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല പല ഇന്റർവ്യൂകളിലും ഞാൻ അയാൾക്കൊപ്പം വന്നിരുന്നത് ഇങ്ങനെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നത് കൊണ്ടാണ്. നാണം കെടുത്തുമെന്നുമെല്ലാം പറഞ്ഞിരുന്നു. ഒരു സമയത്ത് എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളെ വിശ്വസിച്ച് ഇയാളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഈ നാണക്കേടിനെ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. സ്വന്തം ചാനൽ വഴിയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തൽ. ചോദിച്ചാൽ ചിലപ്പോൾ താനിട്ടതല്ലെന്ന് പറയാൻ സാധ്യതയുണ്ട്. പാലാരിവട്ടം ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പാലാരിവട്ടം ഫ്ളാറ്റ് തരാമെന്ന് എത്ര പെണ്ണുങ്ങൾക്കാണ് നിങ്ങൾ വാഗ്ദാനം കൊടുത്തിരിക്കുന്നതെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു.